ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സിന്റെ സൈറ്റ് തുറന്ന് നോക്കാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ 26IS, AIS, TIS അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ പല ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ പോലും മറന്നു കിടക്കുന്നത് അവിടെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറും ഞെട്ടാറും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭ്യമാവുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 285BA പ്രകാരം പല ഏജൻസികളും, പല ഗവൺമെന്റ് ഏജൻസികളും, ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും, ബാങ്കുകളും അങ്ങനെയുള്ള പല ഏജൻസികളും ഓരോ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേക ത്രഷോൾഡിന് മുകളിലുള്ള ട്രാൻസാക്ഷൻസ്, അത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവാം, അല്ലാത്ത ട്രാൻസാക്ഷൻസ് ആവാം, ഇതെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിർബന്ധമായും അറിയിക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങൾ ഇങ്ങനെ ഈ വിവരങ്ങൾ അറിയിക്കുന്നത് ഫോം 61A എന്ന ഒരു റിപ്പോർട്ട് ഫയലിങ്ങിലൂടെയാണ്. ഈ റിപ്പോർട്ട് ഫയലിങ്ങിനെ ആനുവൽ ഇൻഫർമേഷൻ റിട്ടേൺ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് SFT അങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഏജൻസികൾ, ബാങ്കിങ്, നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അതെല്ലാം അവർ കൃത്യമായി ഈ പറയുന്ന ഫോമിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഈ വിവരങ്ങൾ അറിയിക്കേണ്ടത്. ഈ SFT റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആരെല്ലാം ആണ്? ബാങ്കുകൾ, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസീസ്, ഗവൺമെന്റ് അതോറിറ്റീസ്, പോസ്റ്റ് മാസ്റ്റർ ജനറല്, പ്രോപ്പർട്ടി രജിസ്ട്രാർ, സബ് രജിസ്ട്രാർ, മോട്ടോർ വെഹിക്കിൾസ് രജിസ്ട്രേഷൻ അതോറിറ്റി, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ SFT റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഈ റിട്ടേണുകളിൽ മുഴുവൻ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക ത്രഷോൾഡിനേക്കാൾ മുകളിലുള്ള ട്രാൻസാക്ഷനുകളായിരിക്കും. ഇനി ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞ ഈ ഹൈ വാല്യൂഡ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി ഇത് കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ 50 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ 30 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ വിലമതിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്, സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, ബോണ്ടുകൾ ഇവയിലെല്ലാം 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലായി ക്യാഷ് ഡെപ്പോസിറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ക്യാഷ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്രെഡിറ്റ് കാർഡിന്റെ ടോട്ടൽ ബില്ല് ക്യാഷ് ആയിട്ടോ അല്ലാതെയോ അടച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ബില്ല് 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ഫോറിൻ കറൻസി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡൊണേഷൻ കൊടുത്തത്, ട്യൂഷൻ ഫീസ്, ജ്വല്ലറി പർച്ചേസ്, ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെന്റ്, ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ ഇയർ 1 ലക്ഷത്തേക്കാൾ കൂടുതലാണെങ്കിൽ, ഇങ്ങനെയുള്ള മേലെ പറഞ്ഞ ഈ ട്രാൻസാക്ഷനുകൾ മുഴുവനും ഹൈ വാല്യൂഡ് ട്രാൻസാക്ഷൻസ് എന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇതെല്ലാം അതാത് സ്ഥാപനങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നിർബന്ധമായും അറിയിച്ചിരിക്കും. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും, അതായത് അസസി, ഇൻകം ടാക്സ് പേയർ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ ഫയൽ ചെയ്യുന്ന ഡീറ്റെയിൽസും ഓൾറെഡി നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന ഡീറ്റെയിൽസും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ, ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നോട്ടീസ് വരാനുള്ള ഒരു സാധ്യതയാണ്. അത് മാത്രമല്ല, നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ഇത്തരം വിവരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് നോട്ടീസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറി AIS, TIS, 26IS എന്നെല്ലാം കൃത്യമായി പരിശോധിക്കുക. ഇത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ മറന്നു കിടക്കുന്ന വല്ല ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.